പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം തുടങ്ങിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വദ്രയും തമ്മിൽ സഭയുടെ ലക്ഷ്യത്തെ ചൊല്ലിയുള്ള കടുത്ത വാക്പോരിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പ്രതിപക്ഷ വിഷയങ്ങളെ നാടകം എന്ന് മുദ്രകുത്താനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങളെ കോൺഗ്രസ് ശക്തമായി പ്രതിരോധിച്ചു. ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷം സഭയിൽ പിന്തുടരുന്ന തന്ത്രങ്ങൾ ഇനി ജനങ്ങൾക്ക് സ്വീകാര്യമല്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്. നാടകം കളിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം, ഇവിടെ വേണ്ടത് നാടകമല്ല നടപ്പാക്കലാണ് എന്ന വാദമാണ് പ്രധാനമന്ത്രി ഉയർത്തിയത്. മുദ്രാവാക്യങ്ങൾക്കല്ല നയങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനകളെ ഉടൻ തന്നെ തള്ളിക്കളഞ്ഞ കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ ശക്തമായി പ്രതിരോധിച്ചു. വോട്ടർ പട്ടികയുടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ പോലുള്ള സുപ്രധാന വിഷയങ്ങളും ഡൽഹിയിലെ ഗുരുതരമായ വായു മലിനീകരണ പ്രശ്നങ്ങളും സഭയിൽ ഉയർത്താനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തെ നാടകീയമായി ചിത്രീകരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ തുറന്നടിച്ചു. വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതും അത് ഉയർത്തുന്നതും നാടകമല്ല, എന്നാൽ പൊതുജനങ്ങൾക്ക് പ്രാധാന്യമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ അനുവദിക്കാത്തതാണ് യഥാർത്ഥ നാടകം എന്ന് പ്രിയങ്ക ഗാന്ധി ശക്തമായി പ്രതികരിച്ചു. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിൽ അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമങ്ങളെ തടസ്സപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. കൂടുതൽ ഗൗരവമായ വിഷയം സമ്മേളനത്തിന്റെ ദൈർഘ്യം വെട്ടിച്ചുരുക്കിയതാണ്. പതിവുള്ള 20 ദിവസങ്ങളിൽ നിന്ന് ഇത്തവണ 15 ദിവസമായി സമ്മേളനം കുറച്ചു. ഏറ്റവും കുറഞ്ഞ ശീതകാല സമ്മേളനങ്ങളിൽ ഒന്നാണിത്. സഭയുടെ ദൈർഘ്യം കുറയ്ക്കുന്നത് വഴി പ്രതിപക്ഷത്തിന്റെ ചർച്ചകൾക്കുള്ള സമയം ഇല്ലാതാക്കാനും നിയമനിർമ്മാണ സഭയെ ദുർബലപ്പെടുത്താനും സർക്കാർ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ തുറന്നടിക്കുന്നു. 14 ബില്ലുകൾ അവതരിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടത്താനുള്ള അവസരം ഇല്ലാതാവുന്നത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് ദോഷകരമാണ്. അതായത് ചർച്ചകൾക്കുള്ള സമയം വെട്ടിച്ചുരുക്കി പാർലമെന്റിനെ ദുർബലപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ജനകീയ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാനുള്ള അവകാശത്തിനായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലകൊള്ളുകയാണ്. പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങളെ ശക്തമായി പ്രതിരോധിച്ച് SIR, BLO ആത്മഹത്യകൾ, ദേശീയ സുരക്ഷാ ആശങ്കകൾ തുടങ്ങിയ ജനകീയ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാനുള്ള അവകാശത്തിനായി പ്രതിപക്ഷം നിലകൊള്ളുന്നതോടെ ശീതകാല സമ്മേളനം പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. പ്രധാനമന്ത്രിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രസ്താവനകൾ കൂടി വാർത്തയോടൊപ്പം ചേർക്കുന്നു.